പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ. വട്ടയപ്പൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിലെ ഒരു മിസ്റ്റേക്ക് കാരണം പലർക്കും അതങ്ങനെ സോഫ്റ്റ് ആയി കിട്ടാറില്ല. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം തയ്യാറാക്കാം കേട്ടോ. എന്തായാലും വട്ടയപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വട്ടയപ്പം. അപ്പം ഞാൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് തയ്യാറാക്കുന്നത്. ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടാലോ. എന്നാൽ പോരും. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഇഡ്ഡലി അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ അങ്ങനെ കുതിർത്തി വെച്ചതാണ് കേട്ടോ. ഏതരി വേണമെങ്കിലും എടുക്കാം. പച്ചരി വേണമെങ്കിൽ അത് പച്ചരി വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇഡ്ഡലി അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ ഊണഴിക്കുന്ന അരിയൊന്നും വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കാറില്ല. പച്ചരിയോ ഇഡ്ഡലി അരിയോ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇഡ്ഡലി അരി എടുത്തു എന്നേ ഉള്ളൂ. രണ്ടരി പച്ചരിയിലും ഇഡ്ഡലി അരിയിലാണെങ്കിലും ശരി, സ്വാദ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് ഊറ്റി നമുക്ക് നന്ന് അരച്ചെടുക്കണം. അതിനൊപ്പം ഞാൻ നാളികേര വെള്ളം 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് എത്ര വേണം എന്നുള്ളത് അരയ്ക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നാളികേര വെള്ളം ഞാനിത് വാങ്ങിയ വെള്ളമാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വീട്ടിലുള്ള ഫ്രഷ് വാട്ടർ ആണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റും നല്ലതുമാണ് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് അരച്ചെടുക്കുന്നത്, എന്തൊക്കെ ചേർക്കണം എന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അരി മാത്രം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1-2 ചേരുവകൾ വേണ്ടത് നാളികേരവും ചോറുമാണ് കേട്ടോ. ചോറിന് പകരം നിങ്ങൾക്ക് അവിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി വേണ്ടത് നാളികേരം. ഞാൻ ഏകദേശം ഒരു 1/4 to 1 ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്. 1/4 ഗ്ലാസ് മതിച്ചാൽ അത് ചേർക്കാം. ഞാൻ ഏകദേശം 1 ഗ്ലാസ്സോളം നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചോറ്, 2 ടേബിൾ സ്പൂണോളം മതി. ഏകദേശം ഒരു 1/4 ഗ്ലാസ് ചോറ് മതി. ഞാൻ ഊണ് കഴിക്കുന്ന ചോറ് തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് താഴെ ഈസ്റ്റ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഗ്രാനുവൽസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പഞ്ചസാരയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ആവശ്യത്തിനുള്ള നാളികേര വെള്ളം കൂടിയും ചേർത്ത് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിനി അരച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അത് എത്ര ചേർത്തു എന്നുള്ളത് ലാസ്റ്റ് പറയാം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഒരു ഫ്ലോപ്പും ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം വേണമല്ലോ. വട്ടയപ്പം ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം മധുരത്തിലാണ് കേട്ടോ ചെയ്യണത്. എനിക്കിത് നാളികേരപ്പാൽ, മധുരം പഞ്ചസാര ചേർത്തുള്ള നാളികേരപ്പാൽ ഇങ്ങനെ അതിൽ മുക്കി കഴിക്കുക അല്ലെങ്കിൽ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇതിലധികം ഞാൻ മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ മധുരം നല്ലോണം വട്ടയപ്പം വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടാട്ടോ. ഇപ്പം മാവ് അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അരവിൻ്റെ പാകം എന്ന് പറയുന്നത് ചെറിയ തരിയോട് കൂടിയിട്ട്, അതായത് ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം റവ പരുവത്തിനേക്കാളും കുറച്ചുകൂടി പുറകിലേക്കായിട്ടുള്ളൊരു രീതി. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 ഗ്ലാസ് വെള്ളം അവിടെ തന്നെ ഉണ്ട്. ഞാൻ ആ 1/4 ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളൂ. വെള്ളം എന്ന് പറഞ്ഞാൽ നാളികേര വെള്ളം, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പരുവം പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്ടോ, ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ചെറിയതായിട്ട് തരികൾ കാണാണ്ട് ആ രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഹോള് പോലെ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട്. അത് ഏലക്കായയാണ്. ഞാൻ ഏലക്കായ ഇപ്പോൾ ചേർക്കുന്നില്ല. എൻ്റെ അടുത്ത് ഏലക്കായ പൊടിയാണുള്ളത്. അത് കാരണം കൊണ്ടാണ് ഞാൻ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് ഏലക്കായയാണെന്നുണ്ടെങ്കിൽ 2-3 ഏലക്കായ ഈ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, മാവിൻ്റെ ഈ പരുവത്തിൽ വേണം കേട്ടോ. ഇതിനും കൂടുതൽ വെള്ളമാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി ഇതുപോലെ വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പൊടിച്ച് വെക്കും നേരത്തെ തന്നെ. അപ്പോൾ അതിലേക്കൊക്കെ ചേർക്കാൻ എളുപ്പമുണ്ടല്ലോ. ഒരു 1/4 ടീസ്പൂൺ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കയും കൂടി ഉള്ള പൊടി. ഒരു 3 അത്യാവശ്യം വലുപ്പമുള്ള ഏലക്കായുടെ ഒരു കണക്കാണ് കേട്ടോ ഇതിന് പാകം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് പുളിപ്പിച്ചെടുക്കണം. ഇത് മാവൊക്കെ നന്നായി പൊന്തി വരട്ടെ. ഓരോരുത്തരുടെ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ സമയം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു വൂളൻ ക്ലോത്ത് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞിട്ട് ചൂടുള്ള സ്ഥലത്ത് വെക്കാം. അതല്ലെങ്കിൽ വായവട്ടം കുറഞ്ഞ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കാം. വെള്ളത്തിൽ മുട്ടാതെ രീതിയിൽ വേണം വെക്കാനായിട്ട്.
ഇപ്പം എനിക്ക് മാവ് ഒരു 4 മണിക്കൂർ കൊണ്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. 4-4.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. ആ സമയം ആയപ്പോഴത്തേക്കും കണ്ട് നന്നായി പൊന്തി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ചൂടുള്ള സമയമാണ് കേട്ടോ ഇവിടെ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് പൊന്തി കിട്ടും. ആ പരുവത്തിലാണ് നാട്ടിലുള്ള ചൂടിൻ്റെ അവസ്ഥ. അപ്പോൾ ഓരോരുത്തരും നോക്കിയിട്ട് ചെയ്യുക, നിങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇളക്കി കൊടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുത്ത് അതിൻ്റെ പതകൾ കളയരുത്. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കുക. അപ്പോൾ ഇത്ര ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കുക. അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സൈഡ് കൂടിയും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സൈഡിൽ ഒട്ടിപ്പിടിക്കും, നമുക്ക് അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായി മാറും. ഈ സമയത്ത് ഞാൻ സ്റ്റീമർ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് സ്റ്റീമറിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ മാവ് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് മാവ് ഞാൻ അതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കൂടുതൽ ഒഴിക്കാം. ഞാനങ്ങനെ ഒരുപാട് ഉയരത്തിലുള്ള ഒരു വട്ടയപ്പാക്കി ഉണ്ടാക്കുന്നില്ല. അത്യാവശ്യം സൈസിലുള്ള വട്ടയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം പകുതി ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഭംഗിക്കും അത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം വേവരുത്. നല്ല വേവ് ആവുന്നതിന് മുൻപ് പകുതി വേവുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കാണാൻ ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ അതൊരു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കഴിക്കാനും ടേസ്റ്റ് അല്ലേ. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ച് എടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പപ്പടക്കൊലി വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കി അതൊന്നും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ അതൊന്ന് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയില്ല, അതിൻ്റെ മുൾഭാഗം കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും ഉൾഭാഗം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അടിക്കുക. ഇപ്പം നമ്മുടെ വട്ടയപ്പം പ്ലേറ്റിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചത് എന്താ അറിയോ, മകൻ്റെ വക ഒരു ഗുസ്തി ഉണ്ടായത്. അത് ഇളക്കിയെടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു അത് ട്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഒരു ചെറിയ പാകപ്പഴം വന്നതാണ്. പോട്ടെ, കുട്ടികളല്ലേ, ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വട്ടയപ്പം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. കുഞ്ഞേ വട്ടയപ്പം ഞാനൊരു 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള മാവ് കൊണ്ട് അത് കാണാൻ നല്ല ചന്തമാണ്, കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാനൊരു 2 ചെറുതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് അരിയും കൊണ്ട് ഞാൻ ഇതുപോലെ ഈ ഒരു കനത്തിൽ ഇത്രയും വലുതും പിന്നെ 2 കുഞ്ഞേ പ്ലേറ്റിലുള്ള ചെറുതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോഴാണ് അതിൻ്റെ ഉൾവശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആണ് എന്നുള്ളത് കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പീസ് അടർത്തിയെടുക്കാം. കണ്ടു നോക്കൂ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന പോലെ തന്നെ അത്രയും സോഫ്റ്റാണ് കേട്ടോ. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നല്ല മധുരം വേണമെങ്കിൽ നല്ല മധുരം ഇനിയും ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഞാനൊരു മീഡിയം മധുരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരം കുറച്ച് പഞ്ചസാര ചേർത്ത തേങ്ങാപ്പാൽ ഇത് കൂടെ ഒഴിച്ച് അല്ലെങ്കിൽ അതിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇനി നമുക്കിത് കഴിച്ച് കാണിക്കാം. സൂപ്പറാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിരുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. അപ്പോൾ ഇനി ബാക്കി ഞാൻ കഴിക്കട്ടെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് കഴിക്കാൻ ഇഷ്ടം. ചിലർക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, ചില കറി കൂട്ടി കഴിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ. വേറൊരു ടേസ്റ്റി റെസിപ്പിയായി കാണാം. താങ്ക് യു.